നമസ്കാരം. ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആധുനിക സാങ്കേതിക വിദ്യയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മനുഷ്യന്റെ അന്തസ്സ് സംരക്ഷിക്കാനും സത്യവും പൊതുനന്മയും പ്രചരിപ്പിക്കാനും ഉപയോഗിക്കണമെന്ന് ലിയോ 14 മാർപ്പാപ്പ ചിലിയിലെ സാന്റിയാഗോയിലുള്ള പൊന്തിഫിക്കൽ കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ നടന്ന 7ാമത് അന്താരാഷ്ട്ര സെമിനാറിലേക്ക് അയച്ച സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത്. സെമിനാറിൽ ലാറ്റിൻ അമേരിക്ക, കരീബിയൻ മേഖലകളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരും സഭാ പ്രതിനിധികളും പങ്കെടുത്തു. അമേരിക്കയിൽ ജനിച്ച ആദ്യ രക്തസാക്ഷിയും കത്തോലിക്ക സഭ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച ഫാദർ സ്റ്റാൻലി റോദറിന്റെ രക്തസാക്ഷിത്വത്തിന്റെ 45ാം വാർഷികത്തിൽ ആദരമറിയിച്ച് വൈറ്റ് ഹൗസ്. ആഭ്യന്തര യുദ്ധകാലത്ത് ഗോട്ടിമാലയിലെ ദുരിതബാധിത മേഖലകളിൽ 13 വർഷം സേവനമനുഷ്ഠിച്ച അദ്ദേഹം ഗോട്ടിമാലയിൽ ആഭ്യന്തര യുദ്ധകാലത്ത് കത്തോലിക്കർ ക്രൂരമായി കൊല്ലപ്പെട്ടപ്പോഴും ദാരിദ്ര്യവും അക്രമവും നിറഞ്ഞ ഭൂമിയിൽ സുവിശേഷം എത്തിക്കാൻ 13 വർഷം മാറ്റിവെച്ചു. അവിടുത്തെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ തർജിമ ചെയ്യാനും ഒരു സ്കൂളും ആശുപത്രിയും മേഖലയിലെ ആദ്യത്തെ കത്തോലിക്ക റേഡിയോ സ്റ്റേഷനും നിർമ്മിക്കാനും നേതൃത്വം നൽകി. 1981 ജൂലൈ 28-ന് 46-ാം വയസ്സിൽ വൈദിക മന്ദിരത്തിൽ അതിക്രമിച്ചു കയറിയ അക്രമികളുടെ വെടിയേറ്റാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അസോസിയേഷൻ ബസിലിക്ക റെക്ടേഴ്സ് ഓഫ് ഇന്ത്യയുടെ വാർഷിക ജനറൽ ബോഡി യോഗത്തിന് പോണ്ടിച്ചേരിയിൽ തുടക്കമായി. ഇന്ത്യയിൽ ഉടനീളമുള്ള ലത്തീൻ കത്തോലിക്ക ബസിലിക്കകളിലെ റെക്ടർമാരാണ് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നത്. ജൂലൈ 27 മുതൽ 30 വരെ നീണ്ടു നിൽക്കുന്ന ഈ 4 ദിവസത്തെ സംഗമത്തിൽ 30 ലത്തീൻ ബസിലിക്കകളെ പ്രതിനിധീകരിച്ച് 26 റെക്ടർമാർ പങ്കെടുക്കുന്നുണ്ട്. പോണ്ടിച്ചേരി കടലൂർ ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് കാലിസ് മുഖ്യ കാർമ്മികത്വം വഹിച്ച ദിവ്യബലിയോടെയാണ് യോഗം ആരംഭിച്ചത്. ഓരോ ബസിലിക്ക റെക്ടറുടെയും ദൗത്യം ആദ്യം ക്രിസ്തുവിനെ വ്യക്തിപരമായി അനുഭവിക്കുകയും തുടർന്ന് മറ്റുള്ളവരെ ആ അനുഭവത്തിലേക്ക് നയിക്കുകയുമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രായപരിധികളില്ലാതെ ദൈവപരിപാലനയും സ്നേഹവും തിരിച്ചറിയാനാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് അമേരിക്കയിലെ അരിസോണയിലുള്ള ടൂൺസൺ സ്വദേശിയായ റെയ്മൺ മാർട്ടിൻ സീനിയർ എന്ന 2ാം ലോക മഹായുദ്ധ സൈനികൻ. 98-ാം വയസ്സിൽ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച ഇദ്ദേഹം മാമോദീസയും സ്ഥൈലേപനവും പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണവും ഒരുമിച്ച് സ്വീകരിച്ചുകൊണ്ടാണ് ആഗോള സഭയ്ക്ക് വലിയൊരു ആത്മീയ പ്രചോദനമായി മാറിയത്. 2ാം ലോക മഹായുദ്ധകാലത്ത് ഫിലിപ്പീൻസിലും ജപ്പാനിലും US സൈന്യത്തിനായി സേവനമനുഷ്ഠിച്ച റെയ്മൺ പിന്നീട് 27 വർഷത്തോളം ഇല്ലോനിയയിൽ പോലീസ് ഉദ്യോഗസ്ഥനായും പ്രവർത്തിച്ചിട്ടുണ്ട്. തോക്കുകളുടെയും പോരാട്ടങ്ങളുടെയും നടുവിലും പരേതയായ പത്നി ആനി മേരിയുടെ ആഴമേറിയ പ്രാർത്ഥനാ ജീവിതവും കത്തോലിക്ക വിശ്വാസവുമാണ് തനിക്കെന്നും വഴികാട്ടിയായതെന്നും വാർദ്ധക്യത്തിലും ശാരീരിക അസ്വസ്ഥതകളിലും സ്ട്രോക്കിലും മരണം മുന്നിൽ കണ്ട നാളുകളിലാണ് തനിക്ക് കത്തോലിക്ക സഭാംഗമാകണമെന്ന ആഗ്രഹം ശക്തമായതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.